വെള്ളൂർ ജനതാ ക്ഷീരകർഷക സെമിനാർ സംഘടിപ്പിച്ചു. ഐസി മൂൺ ഐസ്ക്രീം, എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്. വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ക്ഷീരകർഷക സെമിനാർ സംഘടിപ്പിച്ചു. കാനായി ദേശോദ്ധാരണ വായനശാലയിൽ വെച്ച് നടന്ന ചടങ്ങ് KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. പാൽ ഉൽപാദനത്തിൽ നമ്മൾ കേരളത്തിൽ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ അതിനൊരു വലിയ ശ്രമം നടത്തുകയും കോവിഡ് വന്നതിന്റെ ഭാഗമായിട്ടാണ് അല്പം പിറകോട്ട് പോയത്. നമുക്ക് മൊത്തത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യുകയും ഇപ്പോൾ വലിയ മാർക്കറ്റാണ്, വലിയ സാധ്യതയുള്ള ഒന്നാണ്. അത്തരം കാര്യങ്ങളെല്ലാം ഇവിടെ ക്ലാസ്സിൽ വളരെ സമർത്ഥമായി തന്നെ പ്രതിപാദിക്കുന്നുള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും സന്തോഷകരമായിട്ടുള്ള കാര്യം, ജനതാ പാൽ എന്നത് നമ്മുടെ മാർക്കറ്റിൽ ആളുകൾക്ക് നല്ല വിശ്വാസ്യതയും സ്വീകാര്യതയുള്ള അതിൻ്റെ നെയ്യ് ഉൾപ്പെടെ വലിയ നിലയിൽ ആളുകൾ സ്വീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമായിട്ട് മാറി ജനത എന്നൊരു വലിയ ബ്രാൻഡ് നെയിമായി നമ്മുടെ നാട്ടിൽ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് സ്നേഹപൂർവ്വം നിർവഹിച്ചതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുക. 2025-26 വർഷത്തെ ഇൻസെന്റീവ് വിതരണവും ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ക്ഷീരകർഷകർക്കുള്ള അനുമോദനവും വേദിയിൽ വെച്ച് നടന്നു. വാർഡ് കൗൺസിലർ NP റീന, സെമിനാറിന്റെ സംഘാടക സമിതി ചെയർമാൻ VV ഗിരീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി T ശ്രീജിത്ത് സ്വാഗതവും സൊസൈറ്റി പ്രസിഡന്റ് AV കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ ക്ഷേമസംഘം സെക്രട്ടറി KP പ്രകാശൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് കേരള സർക്കാരിന്റെ 2025 വർഷത്തെ ഏറ്റവും നല്ല ക്ഷീരകർഷകനുള്ള അവാർഡ് ജേതാവ് തങ്കച്ചൻ പുൽപ്പറമ്പിൽ ക്ഷീരമേഖലയിലെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ ക്ഷീരകർഷകർക്കായി ക്ലാസ് എടുത്തു. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്ലാസ് എടുക്കുക എന്നുള്ളതല്ല, നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ മേഖല ഒരുപാട് പ്രതിസന്ധിയിലാണ് നമ്മളെല്ലാം കിടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴുത്തോളം മുങ്ങിയിട്ടാണ് ഇപ്പോഴത്തെ ക്ഷീരകർഷകരുള്ളത്. അപ്പോൾ ഇനി പിടിച്ചു കയറണമെങ്കിൽ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പെങ്കിലും നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ ഇനി പിടിച്ചു കയറാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങളുടെ സംശയങ്ങളും എൻ്റെ അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിൽ നിന്ന് എനിക്കും പഠിക്കാൻ പറ്റും, എന്നിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. Stereo systems. ഐസി മൂൺ ഐസ്ക്രീം, എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്.